ഊണ് കേമമാക്കുവാൻ കൂർക്കയിട്ട ബീഫ് കറി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പൊ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എല്ലും നെയ്യും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ അതിനുവേണ്ടി 2 സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഈ സവോളയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പകുതി മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ കൂർക്കയൊക്കെ കഴുകി ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇറച്ചിയൊക്കെ നന്നായി വെന്ത ശേഷം ഞാൻ കുറച്ച് ഇറച്ചി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കൂർക്കയ്ക്ക് ആവശ്യമുള്ള ഇറച്ചി എടുക്കുന്നുള്ളൂ. അപ്പം ഈ കൂർക്ക ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ ഊതി കഴിയുമ്പോൾ തന്നെ ഇത് വേകും. അപ്പം ഇറച്ചി ഒന്ന് ഉലർത്താനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചോ അരിഞ്ഞോ എടുക്കാം. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി ഈ മസാല കൂട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. മസാല മുരിഞ്ഞു വന്നപ്പോൾ കൂർക്കയും ബീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണമെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് വിനാഗിരിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി കൂർക്കയിട്ട ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു അസാമാന്യ ടേസ്റ്റുള്ളൊരു ഉലർത്താണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.